ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു കിച്ചൺ ചിമ്മിണിനെ കുറിച്ച് അറിയാം. ഈ ചിമ്മിണി കൊണ്ടുള്ള ഉപയോഗങ്ങളും പല ആൾക്കാർക്കും അറിയാം. പക്ഷേ ചിമ്മിണിയുടെ അകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, ഇതൊന്ന് മൊത്തത്തിലൊന്ന് ചിമ്മിണി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ടച്ച് PCB ഏതാണ്, മെയിൻ PCB ഏതാണ്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ചിമ്മിനിയുടെ മേളിൽ ഫസ്റ്റ് ഉള്ളത് ഈ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് നമുക്ക് ഈ ഒരു 4 സ്ക്രൂ ഉണ്ടാവും ഇതിൻ്റെ സൈഡിലായിട്ട്, നമുക്ക് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് നേരെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇതിനകത്ത് കാണുന്നത് ഈ പറയുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടച്ച് കൺട്രോൾ ഈ ഇരിക്കുന്നതാണ് ടച്ച് കൺട്രോൾ. ഈ കാണുന്നതാണ് ടച്ച് PCB ഇരിക്കുന്ന ഭാഗം. ഇതിൻ്റെ ഡാറ്റ കേബിളാണ്. പിന്നെ അതുകൂടാതെ 2 ലൈറ്റ് ഉണ്ടാവും. ഈ 2 ലൈറ്റിൻ്റെയും കണക്ഷൻ പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, ഇതിൻ്റെ മേളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ PCB ഇരിക്കുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം 1 by 1 ആയിട്ട്. ഇതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഫിൽറ്റർലെസ് ആണ്. അവിടെ നെറ്റ് ബാഫിൾ ഫിൽറ്റർ ഒന്നും ഉണ്ടാവില്ല, മെഷ് ഫിൽറ്ററാണ് വരുന്നത്. ഈ 2 സ്ക്രൂ ഉരുക്കി കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ മോട്ടർ യൂണിറ്റ്. ഇത് നമുക്കൊന്ന് ഇളക്കി പുറത്തേക്ക് എടുക്കാം. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇളക്കിയൊന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഇതൊരു BLDC ആണ്. BLDC എന്ന് പറഞ്ഞാൽ ഐസ്മാർട്ട് ചിമ്മിണിയാണ്. ഇൻവെർട്ടർ PCB ആണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നതിനകത്താണ്. ക്ലിപ്പാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 3 വയറേ ഉണ്ടാവുള്ളൂ. അതായത് 3 ഫേസ് മോട്ടറാണ്. 3 ഫേസ് മോട്ടർ BLDC 310 വോൾട്ട് DC ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വയറിൽ പിടിച്ചിട്ട് മൾട്ടിമീറ്ററിൽ റെസിസ്റ്റൻസിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പച്ചക്കളർ വരുന്നത് എർത്താണ്. പിന്നെ ഇതിൻ്റെ ഡാറ്റ കേബിളിൻ്റെ വയർ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് വയറാണ് ഈ കാണുന്ന ഇൻപുട്ട് വയറാണ് ഈ റെഡും ഒരു ബ്ലാക്കും കാണുന്നത്. ഇത് വരുന്നത് ഇതിൻ്റെ ഹീറ്റ് ഓട്ടോക്ലീൻ്റെ വയറാണ്. ഈ കാണുന്നത് ഹീറ്റ് ഓട്ടോക്ലീൻ്റെയാണ്. അതായത് ഈ വയർ ഹീറ്റ് ഓട്ടോക്ലീൻ്റെ വയറാണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ലൈറ്റിലേക്ക് പോകുന്ന സപ്ലൈ. അതായത് നമ്മൾ ഫസ്റ്റ് പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡറിയിലാണ് സപ്ലൈ വരുന്നത്. സെക്കൻഡറിയിൽ സപ്ലൈ വന്ന് ഈ ഒരു ഡാറ്റ കേബിൾ വഴി ടച്ച് PCBയിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ ചിമ്മിണിനെ പ്രവർത്തിപ്പിക്കാനായിട്ട്, അതായത് ലൈറ്റ് ഓൺ ആക്കാനും അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാൻ എക്കത്തിനും ഈ ഒരു വയർ പോകുന്നതിന് ഇവിടെ നിന്ന് പവർ സപ്ലൈ അങ്ങോട്ട് കൊടുത്തിട്ട്, അതായത് ടച്ച് PCBയിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് കമാൻഡ് ചെയ്യുന്നതാണ്. കമാൻഡ് ചെയ്തിട്ട് ഈ ഒരു ബോർഡാണ് ഇതിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഏത് സ്പീഡിലേക്ക് പോകണം, എങ്ങനെ സ്പീഡ് കുറവായ സമയത്ത് കൂട്ടണോ കുറക്കണോ, ലൈറ്റ് ഓൺ ആക്കണോ, എല്ലാം ചെയ്യുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ടച്ച് PCB ആണ്. ഇത് മോട്ടർ യൂണിറ്റിൻ്റെ പുറകിലൊരു സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂ നമ്മൾ ഊരണം, എന്നാൽ മാത്രമേ അതിൻ്റെ മോട്ടർ യൂണിറ്റ് എൻ്റെ ബോഡിയുമെന്നുള്ള ഒരു പിടുത്തം വിടുകയുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഊരിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ സ്ക്രൂ ഉണ്ടാവും. ഇവിടെ കുറച്ച് സ്ക്രൂസ് ഉണ്ടാവും. ഈ ഒരു സ്ക്രൂസും കൂടി ഇത് ഇവിടുന്ന് ഒരു 4-5 സ്ക്രൂസ് ഉണ്ടാവും. ഇതും കൂടി ഊരിയതിന് ശേഷം മാത്രമേ നമുക്ക് മോട്ടർ യൂണിറ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആ സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. നേരെ പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇതിൻ്റെ മോട്ടർ യൂണിറ്റ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് കൂടി ഇത് മൊത്തം കൂടി നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് അതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം. ഈ വൈറ്റ് കളർ കാണുന്നതാണ്, ഈ വൈറ്റ് ഫിലിം കാണുന്നതാണ് ഇതിൻ്റെ ഓട്ടോക്ലീൻ പ്രവർത്തിപ്പിക്കാനുള്ള ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ നിങ്ങൾ ഈ ബോഡി കണ്ടില്ലേ, ഈ ബോഡിയാണ് ഫുൾ ആക്ച്വലി ഇത് ഹീറ്റ് ആകുന്നത്. ഓട്ടോക്ലീൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ബോഡി ഹീറ്റായിട്ടാണ്
ഇതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓയിലെല്ലാം കൂടി ഈ ഒരു ഭാഗം, ഈ ഒരു ഓയിൽ കളക്ടറിലോട്ട് നേരെ പുറത്തേക്ക് വന്ന് നമുക്ക് ട്രാക്ക് വഴി അതിൻ്റെ താഴെ വരുന്ന ഓയിൽ കളക്ടറിലേക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ ബാക്ക് വശം കേട്ടോ. ഇതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷൻ ഇതാണ്. ഇത് ഹീറ്റ് ഓട്ടോക്ലിൻ്റെ കണക്ഷൻ. 90 വാട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു 3 അല്ലെങ്കിൽ 4 സ്ക്രൂ, ചിലതിന് 3 ഉണ്ടാവും, ചിലതിന് 4 ഉണ്ടാവും, ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ച് വ്യത്യാസം വരും. ഈ 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്ലോവർ ഇരിക്കുന്ന ഭാഗവും മോട്ടർ ഇരിക്കുന്ന ഭാഗവും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവും. ഇതാണ് ഇതിൻ്റെ ബ്ലോവർ. ഇതിൻ്റെ ബ്ലോവറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും, അതേപോലെ തന്നെ ഈ ഒരു സൈഡും ഇതിൻ്റെ ഓപ്പൺ ആണ്. അപ്പം ഈ മോട്ടർ യൂണിറ്റ് വരുന്നത് ചിമ്മിണിമിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 സൈഡിൽ നിന്ന് എയർ വലിച്ചിട്ടാണ് നേരെ ഇവിടെ കൂടിയാണ് പുറത്തേക്ക് വെളിയിലേക്ക് നമ്മൾ പൈപ്പ് ഇട്ട് നമ്മൾ വെളിയിൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത്. ഈ ഒരു നെറ്റ് നമ്മൾ ഈ ബ്ലോവറിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലത്തോട്ട് തിരിക്കണം. ലെഫ്റ്റിലേക്കല്ല, സാധാരണ നെറ്റെല്ലാം തിരിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്, പക്ഷെ അതല്ല, ഇത് റൈറ്റിലേക്കാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ തിരിക്കണം. തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോന്നു. നേരെ പതുക്കെ നേരെ മൂവ് ചെയ്ത് പൊക്കിയെടുക്കുക. പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമുക്കിങ്ങനെ ഒരു വെട്ട് കാണാൻ പറ്റും, ചെറിയൊരു വെട്ട്. ആ വെട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റ് മേലും അതേപോലെ ഒരു കമ്പി ഉണ്ടാവും. ആ കമ്പിയിലേക്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ചെയ്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഈ മോട്ടർ അഴിച്ച് മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ ഒരു 4 സ്ക്രൂ ഉണ്ട്. 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടർ വെളിയിലേക്ക് എടുക്കാം. നമുക്കിത് രണ്ടാമത് റീ അസംബ്ലിന് ശേഷം ഒരു ഫൈനൽ വീഡിയോ നമുക്ക് കാണാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് ലഭിക്കും. ഇത് നമ്മുടെ ഈ ഒരു ചിമ്മിണി വർക്ക് ചെയ്യിക്കാനുള്ള റിമോട്ടാണ് കേട്ടോ. കാര്യം നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നത് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇനിയിപ്പം അതും ഇതൊക്കെ ചെയ്യാൻ എണ്ണമെഴുക്ക് പറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലിന് മാത്രം ഐസ്മാർട്ട് ഗ്ലേസ് FL എന്നുള്ള മോഡലിന് മാത്രമാണ്. ഇത് നമുക്ക് ഒരു ഓണാക്കുന്ന ബട്ടൺ ഉണ്ട്, ലൈറ്റ് ഓണാക്കാം, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പിന്നെ ടൈമർ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചിമ്മിണി ഓഫാണ്, ജസ്റ്റ് കണ്ടില്ലേ, ചിമ്മിണി ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ നേരെ ഈ സർക്കിളിൻ്റെ നേരെ വേണം കാണിക്കാനായിട്ട്. സ്പീഡ് കൂടുന്നുണ്ട്, പിന്നെ ടൈമർ സെറ്റ് ആകുന്നുണ്ട്. ടൈമർ നമുക്ക് ഈ റിമോട്ടിൽ തന്നെ ഓഫ് ചെയ്യാം. ഇത് RPM ആണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചിമ്മിണിയിൽ വേണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുമേ നെക്കിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് ഈ റിമോട്ട് കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ ചിമ്മിനിയുടെ. ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടച്ച് കൺട്രോൾ എല്ലാം കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. മോഷൻ സെൻസർ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഞാൻ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓട്ടോ ക്ലീൻ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമറാണ്, നമ്മൾ ഓഫ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് ബൈ ബട്ടണിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ 9 മിനിറ്റ് ഓട്ടോ ക്ലീൻ ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇതിൽ ക്യാൻസൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിമ്മിനിയുടെ പരിപാടി എല്ലാം ഏകദേശം പക്കയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഴിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ റീഅസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ചിമ്മിനിക്കകത്ത് എന്താണെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.